മലയാളികളെ, കേരളമേ, നമുക്കെന്താണ് പറ്റിയത് എന്ന് സ്വയം ചോദിക്കേണ്ടുന്ന ഒരു സന്ദർഭം. സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു, അതും വനിതാ മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞിരിക്കുന്നു, തനിക്ക് നേരെ ഉണ്ടായ ഒരു സൈബർ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച്. അങ്ങനെ തന്നെ പറയണം. മന്ത്രി ബിന്ദു കൃഷ്ണ ഹയർ സെക്കൻഡറി കലോത്സവത്തിൻ്റെ വേദിയിൽ നിൽക്കെ ചില ആളുകൾ വന്ന് മന്ത്രിയുടെ വിഷ്വൽസ് എടുത്തു. അവർക്ക് മന്ത്രിയുടെ മുഖം വേണ്ട, ശരീരം മതി. അങ്ങനെയാണ് ചില ആളുകൾ ക്യാമറയും മൊബൈലും ഒക്കെ ആയിട്ട് ഇറങ്ങി നടക്കുന്ന ചില ആളുകൾക്ക് പൊതുസമൂഹത്തിൽ യുവതികളെ കാണുമ്പോൾ, സ്ത്രീകളെ കാണുമ്പോൾ മുഖത്തേക്കാൾ കമ്പം അവരുടെ ഉടലഴകുകളെയാണ്. അതങ്ങോട്ട് ഷൂട്ട് ചെയ്യും, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കും. പല ചടങ്ങുകളും നോക്കൂ, സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ, ക്യാമറ പലപ്പോഴും, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ക്യാമറ, സാമൂഹ്യ മാധ്യമങ്ങൾ ആർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ഒരു ക്യാമറയും ഒരു വടിയിൽ ഒരു ഫോണും പിടിപ്പിച്ച് ഇറങ്ങി നടന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെന്ന് അവകാശപ്പെടാവുന്ന കാലമാണിത്. അവിടെ ചെന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താ? നടിമാരെ കാണിക്കും, പിന്നെ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിരിക്കും ഈ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്, മൊബൈൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കി ലൈക്കും കമൻറ്റും പണവും കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു വല്ലാത്ത ശ്രമം. ഇത് ഒരു തരത്തിലുള്ള ലൈംഗിക അതിക്രമം തന്നെയാണ്. സ്ത്രീകളെ കാണുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നത്, ഇത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് മാനസിക രോഗികൾ ഇത് കാണാനുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം ക്രിമിനലുകൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? സംഭവം പറഞ്ഞിരിക്കുന്നു, സ്ഥലം പറഞ്ഞിരിക്കുന്നു, ഡേറ്റ് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഹയർ സെക്കൻഡറി കലോത്സവം നടക്കുന്നു. അവിടെ ഇപ്പോഴത്തെ മന്ത്രിയായ ബിന്ദു കൃഷ്ണ അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ മുഖം വേണ്ട, ശരീരത്തിൻ്റെ ചിത്രമെടുക്കുന്നു. ബിന്ദു കൃഷ്ണ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട് അത് അവരോട് പറഞ്ഞു, ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് ഡിലീറ്റ് ഒന്നും ആയില്ല. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്നു. മന്ത്രി പറയുകയാണ്, പറഞ്ഞിട്ടിപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. കേരളം ഞെട്ടിയൊന്നുമില്ല. കാരണം നമുക്ക് എന്താണ് പറ്റിയത് എന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. ഇന്ന് മലയാള മനോരമ ദിനപത്രം എഡിറ്റോറിയൽ എടുത്തിട്ടുണ്ട്. സമീപകാലത്ത് മനോരമ ചെയ്ത ഒരു നല്ല കാര്യം എന്ന് ഞാൻ പറയും. കാരണം ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ പൊതു ഇടത്തിലേക്ക് ഇറങ്ങി നടന്നാൽ അവർക്കുണ്ടാവുന്ന അപമാനം വളരെ വലുതാണ്. ബിന്ദു കൃഷ്ണ പറയുന്നു, ബിന്ദുവിൻ്റെ തല മാറ്റിയിട്ട് ഉടൽ മാത്രം എടുത്തതുപോലെ വേറെ ചില ശരീരങ്ങളിൽ ബിന്ദുവിൻ്റെ തല ഫിറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ AI കാലം കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വന്നുകൂടി ആർക്കും ആരെയും നിർമ്മിക്കാം. നമ്മൾ കണ്ടില്ലേ, നിർമ്മല സീതാരാമനൊക്കെ വന്നിട്ട് നിങ്ങൾ 25,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ, കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നതായിട്ടുള്ള വീഡിയോ ആണ്, ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടും എന്ന് പറയുന്ന വീഡിയോ വളരെ ആധികാരികമായി ഡിപ്പ് ഫേക്ക് ഉണ്ടാക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൃത്രിമമായി ഉണ്ടാക്കാം എന്ന സ്ഥിതി കൂടി ഉള്ളപ്പോഴാണ് യഥാർത്ഥ വീഡിയോ ആളുകളെ കാണുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. കേരളത്തിലെ പോലീസ് എന്തു ചെയ്യുകയാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോട്. അങ്ങയുടെ സഹപ്രവർത്തകയായ മന്ത്രി അവർ പറഞ്ഞിരിക്കുന്നു, ഇത് ക്രൈമാണ്. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354C പ്രകാരം വോയറിസം, ഒളിഞ്ഞു നോട്ടവും ചിത്രീകരിക്കലും കുറ്റമാണ്. 3 വർഷം വരെ തടവ് കിട്ടാത്ത കുറ്റമാണ്. BNSൻ്റെ സെക്ഷൻ 77 പ്രകാരം, IT ആക്ടിലെ സെക്ഷൻ 66E, 67, 67A തുടങ്ങിയ വകുപ്പുകളൊക്കെ അനുസരിച്ച് കേസെടുക്കാവുന്ന കുറ്റമാണ്. ഇത് ഷൂട്ട് ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കാമല്ലോ, ഡേറ്റ് അറിയാമല്ലോ, സ്ഥലം അറിയാമല്ലോ. അതുമാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടവരെ അറിയാമല്ലോ. ഇവരെ ഒന്നും ബുക്ക് ചെയ്യാൻ, ഇവരെ ഒന്നും പിടിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. പരാതിക്കാരി മന്ത്രിയായിട്ട് മന്ത്രിൻ്റെ രേഖാമൂലം പരാതി എഴുതി കൊടുക്കണം. പൊതുവിടത്തിൽ, പൊതുവേദിയിൽ പരസ്യമായി ലോകത്തോട് മാധ്യമങ്ങൾ വഴി സംസ്ഥാനത്തെ മന്ത്രി പറഞ്ഞിരിക്കുന്നു. എനിക്ക് വളരെ ആദരവുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണ. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടി, CPM, BJP ഒക്കെ ഉണ്ടല്ലോ. അതിൽ CPMൽ നിന്ന് ഒരുപാട് തഴക്കവും പഴക്കവും എന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. BJPയിലാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഫയർ ബ്രാൻഡ് നേതാക്കന്മാരുണ്ട്. അതുപോലെ കോൺഗ്രസിൽ സമീപകാലത്ത് വളർന്നു വന്ന ഏറ്റവും മിടുക്കിയായ ഒരു നേതാവാണ് ബിന്ദു കൃഷ്ണ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പാർട്ടികൾ എടുക്കുക, കോൺഗ്രസ്, CPM, BJP, ഈ 3 പാർട്ടികൾക്കും ബിന്ദു കൃഷ്ണ വരുന്നതിന് മുമ്പ് ഒരു ജില്ലാ അധ്യക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ജില്ലയുടെ ചുമതല കേരളത്തിൽ ആദ്യം വഹിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തക ബിന്ദു കൃഷ്ണയാണ്. കോൺഗ്രസ് പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷയായി, DCC അധ്യക്ഷയായി എത്രയോ കാലം മുമ്പേ
ബിന്ദുകൃഷ്ണയെ കണ്ടെത്തി. അത് അവരുടെ കഴിവ് കൊണ്ടാണ്, സംഘാടന മികവ് കൊണ്ടാണ്, ആളുകളോടുള്ള ഇടപെടൽ കൊണ്ടാണ്. ഈ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന CPM-ൽ നിന്നിപ്പോൾ തിരിച്ച് കുടുംബത്തേക്ക് വന്ന ആൾ ഒരു പ്രത്യേക തരത്തിൽ ബിന്ദുകൃഷ്ണയെ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാരെ അഭിനന്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ബിന്ദുകൃഷ്ണ എങ്ങനെ പെരുമാറി എന്ന് നമ്മൾ കണ്ടതാണ്. വളരെ കുലീനയായി പെരുമാറുന്ന, ആഢ്യത്വമുള്ള, അഭിമാനിയായ ഒരു സ്ത്രീയാണ് ബിന്ദുകൃഷ്ണ. അങ്ങനെയുള്ള ഒരു മന്ത്രി തനിക്കുണ്ടായ ദുരനുഭവം സമൂഹത്തോട് തുറന്നു പറയുന്നത് എല്ലാവരും ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കൊക്കെ ഭയമാണ്. ഒരാളെ കമൻ്റ് അടിച്ചാൽ, ഒരാൾ വന്ന് മോശമായി പെരുമാറിയാൽ സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ഭയം നമ്മുടെ ചെറുപ്പക്കാരികളിൽ, നമ്മുടെ യുവതികളിലൊക്കെ ഉണ്ട്, നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. ഇപ്പോൾ ബസ്സിൽ വെച്ചൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടാൽ, അവൾ ഒച്ച വെച്ചാൽ എത്ര പേർ അവരുടെ സൈഡ് നിൽക്കും? സമീപകാലത്ത് ചില സ്ത്രീകൾ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ നമുക്കറിയാം. അതേ തുടർന്ന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. അതോടുകൂടി പൊതു സമൂഹത്തിന് സ്ത്രീകളെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണയും മോശം അഭിപ്രായവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ പൊതു ഇടങ്ങളിൽ അപമാനിക്കപ്പെടുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. ഒന്നോ രണ്ടോ സ്ത്രീകൾ ഇങ്ങനെ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി, അവരുടെ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് സ്ത്രീകൾ മുഴുവൻ പറയുന്നത് വ്യാജമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ബിന്ദുകൃഷ്ണ ഇത് തുറന്നു പറഞ്ഞത് നന്നായി. പക്ഷേ അതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് പരാതികൾ, ഒരുപാട് പരാമർശങ്ങൾ, ഒരുപാട് പോസ്റ്റുകൾ, ചിത്രങ്ങൾ, റീൽസ് ഒക്കെ വരുന്നുണ്ട്. ഇത്തരം കേസുകളിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം കേസെടുത്താൽ തന്നെ 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് കിട്ടാം. പക്ഷെ ബെയിലബിളാണ്, ജാമ്യം കിട്ടും. ജാമ്യം കിട്ടുന്ന കുറ്റമാണ്. അത് വീണ്ടും ആവർത്തിച്ചാൽ ജാമ്യം കിട്ടത്തില്ല. അപ്പോൾ ആദ്യ തവണ സ്ത്രീകളെ അപമാനിക്കാൻ എല്ലാ പുരുഷന്മാർക്കും അവകാശമുണ്ട്, ഒന്നും സംഭവിക്കാതെ ഇറങ്ങി നടക്കാം എന്നാണോ പറയുന്നത്? എനിക്കറിയില്ല. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരംഭിച്ചിരിക്കുന്ന വലിയൊരു കാമ്പയിനുണ്ട്. ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോപ്പിയടിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും പ്രശംസിച്ച ഒരു പദ്ധതി. അങ്ങനെ വലിയ തോതിൽ നടക്കുന്ന പരിപാടികളെ പോലെ തന്നെ ഈ സൈബർ ക്രൈം പ്രതിരോധിക്കാനുള്ള നടപടികളും ആവശ്യമല്ലേ? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ബിന്ദുകൃഷ്ണയുടെ തലയിൽ കഴിഞ്ഞ ദിവസം തിളച്ച പായസം വീണത് നമ്മൾ കണ്ടു. ആരും ഒഴിച്ചു തോന്നുന്നില്ല, മനഃപൂർവ്വം വീഴ്ചതല്ല, അറിയാതെ തട്ടി വീണതാണ്. ബിന്ദു അത് വളരെ സൗമ്യമായി, വളരെ മാന്യമായി പ്രതികരിച്ചതുകൊണ്ട് ഞാൻ ആലോചിക്കായിരുന്നു, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ തലയിലെങ്ങാനുമാണ് ഈ ചൂട് പായസം വീണതെങ്കിൽ എൻ്റെ ദൈവമേ, ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തൊരു കൊലാകൊലം, 3-ാം ലോക മഹായുദ്ധം അവിടെ നടന്നതിന്. പായസം ഉണ്ടാക്കിയത് മറയൂരിൽ ശർക്കര ഉണ്ടാക്കിയ ആളുകളെ വരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ബിന്ദുകൃഷ്ണ അത് വളരെ കൂളായിട്ട്, വളരെ കാമായിട്ട് കൈകാര്യം ചെയ്തു. നമുക്ക് ആവശ്യം ഇത്തരം മന്ത്രിമാരാണ്. CPM-ലെ ചില മന്ത്രിമാരെ, വനിതാ മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. MC ജോസഫിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഒന്നും ശരീരഭാഷയോ സംസാര ഭാഷയോ ഇടപെടലോ അല്ല ബിന്ദുകൃഷ്ണയ്ക്കുള്ളൂ. വളരെ സൗമ്യമായ, നമുക്ക് പരിചയമുള്ള, അപ്പുറത്തെ വീട്ടിലെ ഒരു വീട്ടമ്മയെ പോലെ തോന്നുന്ന ഒരാളാണ് ബിന്ദുകൃഷ്ണ. നമ്മുടെ രാഷ്ട്രീയക്കാരിയുടെ രൂപഭാവ പെരുമാറ്റ രീതികളൊന്നും ഇല്ലാതെ വളരെ സാധാരണയായ ഒരു സ്ത്രീയെ പോലെ പെരുമാറുന്നു എന്നതാണ് ബിന്ദുകൃഷ്ണയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ബിന്ദുകൃഷ്ണ ഈ പറഞ്ഞ പ്രശ്നം കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു മന്ത്രിക്ക് ഇതാണ് അനുഭവമെങ്കിൽ കേരളത്തിലെ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യാത്ത? നമുക്ക് വളരെ വൈകാരികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ നമുക്കുണ്ട്, അന്തിച്ചർച്ച നടത്താറുണ്ട്. സത്യത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞ ഈ പ്രശ്നം കേരളത്തിലെ ഒരു വലിയ സാമൂഹ്യ വിപത്താണ്. ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം ഇരയാക്കപ്പെടുന്നത് എൻ്റെയും നിങ്ങളുടെയും സഹോദരിമാരാണ്, മക്കളാണ്, അമ്മമാരാണ്. അവർക്ക് പൊതു ഇടത്തിൽ സഞ്ചരിക്കാൻ ഇന്ന് ഭയമാണ്. കാരണം എല്ലാവരുടെ കണ്ണിലും ക്യാമറകളുണ്ട്. ആ ക്യാമറകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണാകുന്ന ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അതിലൂടെ അതിൻ്റെ രൂപമാറ്റം വരുന്നു, അതിനെ അശ്ലീലവൽക്കരിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോ മിനിറ്റിലും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചർച്ചാ നടപടികൾ ആരംഭിക്കാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പ്രചോദനം നൽകട്ടെ ബിന്ദുകൃഷ്ണയുടെ തുറന്നു പറച്ചിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇത്തരം വിഷയങ്ങൾ നമുക്ക് കാര്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണോ വീഡിയോ ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒരു സ്ത്രീയുടെ വികാരം മനസ്സിലാവുന്നില്ല, ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല, വിഷമം മനസ്സിലാവുന്നില്ല. പൊതുവിടത്തിൽ മാന്യമായി വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മുടെ സഹോദരിമാർ ഇറങ്ങി നടക്കുന്നത്.
അവർക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും നിന്നാൽ വസ്ത്രത്തിൻ്റെ തുമ്പ് അല്പം ഒന്ന് മാറിപ്പോയാൽ ആ ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. അത് കാണുന്നുണ്ടാവാം പലരും. പക്ഷേ ആ ചിത്രത്തിൽ ഉള്ളത് സ്വന്തം സഹോദരിയുടെ, സ്വന്തം മകളുടെ, സ്വന്തം അമ്മയുടെ ചിത്രമാണെങ്കിൽ ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ബിന്ദു കൃഷ്ണ ഒരു പുതിയ സംവാദത്തിന്, പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നടപടികൾ എടുക്കേണ്ടത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ചെയ്യണേ.